പത്തനംതിട്ട തിരുവല്ലയിൽ വിദ്യാർത്ഥിനിയെ പട്ടാപ്പകൽ പാർക്കിൽ വെച്ച് പീഡിപ്പിച്ചു. ഗർഭിണിയായ 17-കാരിയുടെ ഗർഭഛിദ്രം നടത്തി പ്രതിയായ യുവാവ് റിമാൻഡിലാണ്. സികെ അഭിലാൽ തന്നെ തുടരുന്നുണ്ട്. അഭിലാൽ, പട്ടാപ്പകലാണ് ഈ ഒരു പീഡനം. എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? 64 പേർ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്ന് പരാതി ഉയർന്ന ഒരു പെൺകുട്ടി തന്നെ പരാതി ഉയർത്തിയ പത്തനംതിട്ടയിൽ നിന്ന് തന്നെയാണ് ഞെട്ടിക്കുന്ന പുതിയ വിവരം കൂടി വരുന്നത്. കഴിഞ്ഞ മാസമാണ് ഈ വിഷയത്തിൽ പരാതി ഉയരുകയും തിരുവല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് 17-കാരിയായ +2 വിദ്യാർത്ഥിനി പട്ടാപ്പകൽ പാർക്കിൽ പീഡനത്തിന് ഇരയായി എന്നുള്ളതാണ്. തിരുവല്ല കവിയൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന പാർക്കിൽ വെച്ച്, കുട്ടികളുടെ പാർക്കിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തുടർന്ന് പെൺകുട്ടി ഗർഭവതിയായി 6 ആഴ്ച ഗർഭവതിയായ ഘട്ടത്തിലാണ് പെൺകുട്ടിക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് കാമുകനായ ജസ്വിൻ എന്ന ചുങ്കപ്പാറ സ്വദേശിയോട് ഈ വിഷയം ധരിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് പെൺകുട്ടിയുടെ മാതാവിനോട് പെൺകുട്ടി തന്നെ വിവരം പറയുകയാണ് ഉണ്ടായത്. മാതാവ് പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കി ഗർഭാവസ്ഥ ഉറപ്പിക്കുകയും പിന്നീട് തിരുവല്ല പോലീസിൽ പരാതി നൽകുകയുമാണ് ഉണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെ ചുങ്കപ്പാറ സ്വദേശിയായ പെൺകുട്ടിയുടെ കാമുകനായി കണക്കാക്കുന്ന 26-കാരൻ ജുസ്വിനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് പെൺകുട്ടിയുടെ ഭാവി, നിലവിലെ പ്രായം, ഗർഭാവസ്ഥ എന്നിവ പരിഗണിച്ചുകൊണ്ട് CWCയുടെ ഇടപെടലിനെ തുടർന്ന് 6 ആഴ്ച പ്രായമുള്ള ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഗർഭഛിദ്രത്തിനുള്ള ശ്രമം തുടങ്ങുകയാണ് ഉണ്ടായത്. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ മാസം പെൺകുട്ടിയുടെ ഗർഭഛിദ്രം നടത്തി. അത് നിയമപരമായ മാർഗങ്ങളിലൂടെയാണ് ഇത് സാധ്യമാക്കുകയും ചെയ്തത്. എന്തായാലും ഈ വിഷയവും ഏറെ ഞെട്ടിക്കുന്നതാണ്. കാരണം പെൺകുട്ടിയുടെ മൊഴി പ്രകാരം പട്ടാപ്പകൽ, അതായത് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി പാർക്കിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത്, കാട് പിടിച്ച മേഖലയിൽ വെച്ചാണ് ലൈംഗികമായ പീഡനം ഉണ്ടായത് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. കാരണം ഒരു പൊതുസ്ഥലത്ത് ആളുകൾ എത്താനിടയുള്ള മേഖലയിൽ തന്നെ, അവരുടെ കണ്ണ് അധികം പതിയാത്ത ഒരു മേഖലയിൽ കാട് പിടിച്ച സ്ഥലത്ത് വെച്ച് പെൺകുട്ടിയെ പകൽ 3 മണിക്ക് ഒരാൾ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും അതേ തുടർന്ന് പെൺകുട്ടി ഗർഭവതിയാവുകയും ചെയ്തു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അത് നമ്മുടെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്ന് വരുന്നത്.